ഹായ് എവരി വൺ. ഇന്ന് വന്നിട്ടുള്ളത് റീൻ്റെ ബർത്ത്ഡേൻ്റെ വീഡിയോ ആയിട്ടാണ്. റീൻ്റെ ഡ്രസ്സും ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അന്നത്തെ രാത്രി ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതും ഞാൻ ഇതിലൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിച്ചത്. ഇത് നമ്മൾ മേലുള്ള ഒരു ഹോളാണ്. ഞാൻ റെൻറ്റിൻ്റെ കുറച്ച് സാധനങ്ങളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഡെക്കറേറ്റംസ് എല്ലാം മെയിനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായത്. പിന്നെ ടേബിളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. തലേന്ന് രാത്രിന് ഞാൻ ഇതാ ബാനറെല്ലാം സെറ്റാക്കുന്നുണ്ടായിരുന്നു. പ്ലെയിനായിട്ടുള്ള കർട്ടനിലാണ് ഇത് വെക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലിറ്റർ ആയിട്ടുള്ളതാണ് വാങ്ങിയത്. അങ്ങനെ ഇത് ബർത്ത്ഡേൻ്റെ ദിവസമായി. നവംബർ 15 ബർത്ത്ഡേ ഉണ്ടായിന്. റിയക്ക് ഇത് 4 വയസ്സായി. ഇപ്പോൾ രാവിലെ ഇതാ നമ്മളിത് കലമക്കായി നിറച്ചതാണ് ഉണ്ടായിന്. ഞാനും കസിനെല്ലാം ഇതാ രാവിലെ തന്നെ നെസ്റ്റോലാണ് പോകുന്നുണ്ടായത്. ബർത്ത്ഡേൻ്റെ രാത്രി പരിപാടിക്കുള്ള കുറച്ച് കാര്യങ്ങളോട് വാങ്ങാനുണ്ടായിരുന്നു. റിയന് അധികം സാധനം വാങ്ങാൻ വരുമ്പോൾ കൂട്ടലുണ്ടായിട്ടില്ല. ഓളെപ്പോൾ എന്നെ കൂട്ടലില്ല, ആൾ ഇന്ന് കൂട്ടുകയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ന് കൂട്ടിയതാ. ബർത്ത്ഡേ ആയിട്ട് പിന്നെ സങ്കടമൊന്നും ആക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് വേണ്ട ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി. പിന്നെ നമ്മൾ നേരെ ഇതേ ഡ്രിങ്ക്സിൻ്റെ എല്ലാം സെക്ഷനാണ് വന്നത്. റിയൻ്റെ ബർത്ത്ഡേക്ക് ഗ്രീൻ കളറാ തീം ഉണ്ടായിന്. അതിന് പറ്റിയ ഡ്രിങ്ക് നോക്കാനാണ് വന്നിട്ടുണ്ടായത്. റീത് അപ്പത്തേക്കൊക്കെ വേണ്ട കുറച്ച് സാധനമെല്ലാം നോക്കുന്നുണ്ടായിന്. അങ്ങനെ നമുക്ക് വേണ്ടതെല്ലാം വാങ്ങിയിട്ട് ഇത് നമ്മൾ വീട്ടിലെത്തി. ഇതാണ് റീൻ്റെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സ്. എൻ്റെ കസിനാണ് അത് സ്റ്റിച്ച് ചെയ്തത്. ഓളിത് ഒരു ബോവും കൂടി ഫിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ ഇത് റെൻറ്റിൻ്റെ സാധനം എടുത്ത് അവർ വന്നിട്ടുണ്ടായിരുന്നു. ലൈറ്റ്സും കർട്ടനെല്ലാം അവർ ഫിറ്റ് ചെയ്ത് തരാമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് റീൻ്റെ ഡ്രസ്സിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇതേ ഒരു മെറ്റീരിയൽ കണ്ണൂരുള്ള പരാഗെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു സാറ്റിൻ ക്ലോത്താണ്. അടിയിൽ ഇതൊരു പ്ലെയിൻ നെറ്റും കൂടി കൊടുത്തിന്. കൈമിൽ ഇത് ഗ്ലിറ്റേർഡ് ആയിട്ടുള്ള നെറ്റാണ് കൊടുത്തത്. എൻ്റെ കസിനാണ് ഇത് എനിക്ക് ഇത്രയും നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നെ. ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിന്. അതുപോലെ തന്നെ അവൾ നല്ലോണം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സിൻ്റെ തുണിനെ കൊണ്ട് തന്നെ ഞാൻ ഒരു ബോവും കൂടി ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത് ഈ മാല തന്നെയാണ്. ഇതിനതൊരു ഫാൻസിന്ന് കണ്ടപ്പോൾ വാങ്ങിയതിന്. നോക്കുമ്പോൾ റേൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ട് തോന്നി, അതുകൊണ്ട് തന്നെ അത് മെയിനായിട്ട് എടുത്തത്. ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ട് ഫ്രോക്കെല്ലാം സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കസിനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവൾക്കിതൊരു ഇൻസ്റ്റാ പേജും കൂടിയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ താഴെ കൊടുക്കുക. ഓളെല്ലാ മോഡലും അടിക്കലുണ്ട്. ഒരു ഉച്ചയിലായപ്പോൾ ഇത് നമ്മളിത് ബലൂൺസ് എല്ലാം പൊതിക്കാൻ തുടങ്ങി. 2-3 ഇത് പൊട്ടുന്നെല്ലാം ഉണ്ടായിരുന്നു. റീത് അതിനെ കൊണ്ടാണ് കളിക്കുന്നുണ്ടായത്. അവരിത് കർട്ടനും ലൈറ്റ്സ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടേബിളും എല്ലാം ഞാൻ റെൻറ്റിന് എടുത്തതായിരുന്നു. അങ്ങനെ ഇത് സാധനം എല്ലാം വെച്ചിട്ട് സെറ്റ് ആയിരുന്നെല്ലാം നോക്കി. പിന്നെ ഇത് ബലൂണെല്ലാം ഇത് ടാപ്പിലെല്ലാം ആക്കി വെച്ച്. ടേബിളിൽ വെച്ച് 2-3 ഐറ്റംസ് എല്ലാം ഇവിടെ ആദ്യം ഉള്ളതായിരുന്നു. അത് പക്ഷേ ലൈറ്റ്സ് ഒന്നും കത്തൂല, പക്ഷേ ഡെക്കറേറ്റ് ഇങ്ങനെ വെക്കാൻ കഴിയും. പിന്നെ ഇത് അറിയേണ്ട റൂമിൽ നിന്നൊരു ഫ്രെയിമും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ലോണം മാച്ചായിട്ട് തോന്നി, അതുകൊണ്ടാണ് മെയിനായിട്ട് വെച്ചിട്ടുണ്ടായത്. ഓർഡറാക്കി കേക്ക്സും ബാക്കി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം വെച്ചിട്ട് ഒന്ന് സെറ്റാക്കണം. ഞാനിത് അപ്പോഴത്തേക്ക് റീൻ്റെ ഡ്രസ്സെല്ലാം മാറ്റിക്കൊടുത്ത്. അങ്ങനെ ഇത് ടേബിൾ മേലുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി. ഈ ഡോണറ്റിനായത് നെസ്റ്റോന്നാണ് വാങ്ങിയിട്ടുണ്ടായിന്. ഗ്രീൻ കളർ കണ്ടുകൊണ്ട് അതെടുത്തത്. പിന്നെ ഈ കേക്ക്സും കപ്പ് കേക്കെല്ലാം ഞാൻ കേക്ക് സ്റ്റുഡിയോയിൽ നിന്നാണ് ഓർഡർ ആക്കിയത്. ഇതെല്ലാം ഞാൻ ഒരു ഗ്രീൻ കളർ തീമിൽ അവരോട് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായത്. ഈ കേക്കിൻ്റെ മോഡലിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് അവർക്ക് സെൻഡ് ചെയ്തത്. അതുപോലെ തന്നെ അവർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് റീൻ്റെ ഫോട്ടോ വെച്ചിട്ട് കുറച്ച് ചോക്ലേറ്റും കൂടി ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കേക്ക് കട്ടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി ഇതാ ഫംഗ്ഷന് കുറച്ച് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. റീതോൾ ഉപ്പാപ്പൻ്റെ കൂടെയാണ് കേക്ക് കട്ടിങ്ങെല്ലാം ചെയ്തത്. റീൻ്റെ ഏജിലുള്ള ഇതാ കുറച്ച് കസിൻസ് എല്ലാം ഉണ്ടായിരുന്നു. അവരൊന്നിച്ചുള്ള ഇതാ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഇത് ഇളനീറിൻ്റെ ഷേക്കിന് കൊടുത്തിന്. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ലാസ്റ്റോട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. പിന്നെ ഫുഡ് ഉണ്ടായത് ഇതാ ബീഫ് ബിരിയാണി. നമ്മളെ ഡൈനിങ് ഹാളിൽ തന്നെയാണ് ഫുഡ് കഴിക്കേണ്ടതെല്ലാം സെറ്റാക്കിന്. 2 ടേബിൾ ഇട്ടുകൊണ്ട് ഇതാ കുറച്ച് ആൾക്കാർക്കെല്ലാം ഒന്നിച്ചിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് അൽഹംദുലില്ലാ റിയൻ്റെ ബർത്ത്ഡേ നല്ലതിൽ കഴിഞ്ഞ്. റിയക്ക് ഇത് ഇപ്പം 4 വയസ്സായി. റിയ നല്ല ഹാപ്പി ആയിരുന്നു. റിയൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നല്ലതിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. റിയക്ക് പക്ഷേ അതൊന്നും ഇപ്പോൾ ഓർമ്മേനില്ല. സെക്കൻഡ് തേർഡും അങ്ങനെ കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. വേറെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളുള്ളതുകൊണ്ട് അതൊന്നും കഴിച്ചിട്ടില്ലേനു. പിന്നെ ഇത് റിയൻ്റെ ഓർമ്മയിൽ ഇപ്പാന്ന് കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവൾ നല്ല എക്സൈറ്റഡ് ഹാപ്പി അല്ലേനു. ഈ ബർത്ത്ഡേക്ക് ഇത് റിയനെയാന്ന് ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ കേക്ക് കട്ട് ചെയ്യണം, ബലൂൺസ് വെക്കണമെന്ന് അങ്ങനെയെല്ലാം അവൾ പറയുന്നുണ്ടായിരുന്നു. എന്തെല്ലാം തിരക്കും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ഇതാ വീഡിയോസൊന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എടുത്തതെല്ലാം ഞാൻ ഇതിലത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസെല്ലാം ഞാൻ ഇതിൽ ആഡ് ആക്കുന്നുണ്ട്. റേക്ക് ഇത് കുറച്ച് ഗിഫ്റ്റെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം എന്തെല്ലാം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ.